ഹലോ ഗേസ്, ഈ വെക്കേഷനൊക്കെ നമ്മൾ അടിച്ചു കളിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മമാൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേരിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോവാണ്. അവിടെ ഒരു വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. നോക്കുമ്പോൾ അവിടെ മൊത്തം മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് ഗേസ്, വിശാലമായ മരുഭൂമി. എന്നിട്ട് ഞങ്ങളവിടെ പൊത്തിക്കളി കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആയിട്ട് അഹുട്ടി പൊത്താ പറഞ്ഞിട്ട് അഹുട്ടി പൊട്ടുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒളിയാട്ടോ ഗേസ്. ഞാൻ ഒളിയാൻ വന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ഷഫ്നി അമ്മീനൊക്കെ അവിടെ ഒളിഞ്ഞിരിക്കേണ്ടത് ഒളിഞ്ഞു പോയിട്ട് ഇതോ ഒരുത്തൻ കണ്ടോ എണിച്ചപ്പൊക്കെ നോക്കണു. ഷഫ്നാണെങ്കിൽ അവിടെ പുള്ളി കളിക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മളവിടെ ഒളിഞ്ഞിരിക്കാൻ പോയിട്ട് ഇതേ സ്ഥലത്താണ് നമ്മൾ ഒളിയണത് കേട്ടോ ഗേസ്. അപ്പോൾ നമുക്കവിടെ ഒളിഞ്ഞിരിക്കാം. അവിടെ കണ്ട പാറക്കല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ചാടി കളിച്ചോണ്ടിരിക്കുകയാണ് ഗേസ്. അവൻ ഇവിടെ എന്തായാലും വരുന്നില്ല, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇനി ഇവിടെ ഒളിഞ്ഞിരിക്കാം കേട്ടോ. അവൻ വന്നാലേ പെടും ഗേസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവൻ എന്നെ കണ്ടുപിടിച്ചു ഗേസ്. അവനിങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നെ വിളിക്കുന്നു. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവുക. അവിടെ അതാ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടാവും, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നേരത്തെ കളി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോണ വഴിയാണ് നമ്മളിങ്ങനെ ഒരു വള്ളി കണ്ട്. അപ്പോൾ വള്ളിയിൽ പിടിച്ച് തൂന്നി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ആട്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പേര് ആടണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അനിയനും ഷാഫി അവരൊക്കെ പോയിട്ട് ഇങ്ങനെ തൂങ്ങി 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 കളിക്കുകയാണ് ഗൈസ്. ഞാനിവിടെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കണതുകൊണ്ട് നമുക്ക് ആടാനും പറ്റില്ല. വീഡിയോ നിർത്തി പിന്നെ ഞാൻ കുറേ ആടിയിട്ടൊക്കെ ഉണ്ട്. ഷാഫി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ ആദ്യത്തെ ആട്ടത്തിൽ തന്നെ അവൻ്റെ ചെരുപ്പ് അങ്ങോട്ട് പോയി. ചെരുപ്പ് പോയതുപോലും നോക്കാണ്ടേക്ക് ചെരുപ്പ് പോയാലും കുഴപ്പമില്ല, ഊഞ്ഞാലാളിയാൽ മതി പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കണം എൻ്റെ അനിയൻ്റെ ചെരുപ്പ്. ഞാനങ്ങ് എടുത്ത് റോട്ടിൻ്റെ ആ സൈഡിലേക്ക് അങ്ങോട്ട് ഇട്ടു ഗൈസ്. ജസ്റ്റ് ഒരു പൊട്ട് ദൂരം ഇട്ടുള്ളൂ. അതിനവൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു ഗൈസ്. അവൻ്റെ ചീത്ത ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ എന്നായിപ്പോയി ഗൈസ്. എന്നിട്ട് തട്ടി ഞാൻ തന്നെ അവനക്കത് എടുത്ത് കൊടുത്തു ഗൈസ്. ഒന്ന് കളിപ്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല ഗൈസ്. അവൻ സമ്മതിക്കില്ല. അവനാണെങ്കിലോ എന്നെ ഏത് നേരം നോക്കിയാലും എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസമെങ്കിലും എന്നെ ഒന്നും പറയാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ഞുവൽ ബോയ്സ് ആണ് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വരിക്ക് നിന്ന് ഷോ കാട്ടുകയാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ.